വ്യൂവേഴ്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോ കണ്ടപ്പോൾ ശരിക്കും മനസ്സങ്ങാട് നിറഞ്ഞു കേട്ടോ. അത്രയ്ക്കും ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെമ്പനീർ പൂവിൽ ഒരു മികച്ച ഒരു പ്രൊമോ എനിക്ക് കാണുവാൻ സാധിച്ചു കേട്ടോ. നമ്മുടെ അച്ഛൻ, നമ്മുടെ രവീന്ദ്രൻ, ആ ഒരു കാറ്, നമ്മുടെ സച്ചിയുടെ സ്വന്തം കാറ് തിരികെ നമ്മുടെ സച്ചിക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ. ആ ഒരു മുതലാളിയുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ. അദ്ദേഹം നമ്മുടെ രവീന്ദ്രൻ അച്ഛൻ ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ കാർ ഞാൻ തിരികെ തരാം എന്നിങ്ങനെ പറയുന്ന ഒരു രംഗങ്ങൾ കേട്ടോ. അതിനുശേഷം നമ്മുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് സച്ചിക്ക് ആ ഒരു വിറ്റ കാറ് അത് തന്നെ മേടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ കേട്ടോ സമ്മതിക്കുന്നത്. ആ സച്ചിയോടുള്ള ഒരു ദേഷ്യമോ വിരോധമോ ഇപ്പോൾ നമ്മുടെ ആ ഒരു ചന്ദ്രയുടെ മുഖത്ത് എനിക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചില്ല കേട്ടോ. അതാട്ടെ എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയ കാര്യം. ചന്ദ്ര ഭയങ്കര സന്തോഷമായിട്ടാണ് സമ്മതിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അതിനുവേണ്ടി ആധാരം പണയം വെച്ചോളൂ എന്ന് നമ്മുടെ ചന്ദ്ര തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ആ ഒരു കാറ് തിരികെ വാങ്ങിക്കൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ. അപ്പോൾ പുതിയ കാറ് നമ്മൾ മേടിക്കൂല, അതേപോലെ പൂമാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സർപ്രൈസ് ഒക്കെ ആയിട്ടാട്ടോ. നിങ്ങളുടെ ഗേറ്റ് തുറക്കുമ്പോൾ കാറ് പുറത്ത് കിടക്കുന്നു. സച്ചി ആദ്യം കാറ് കണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു, പിന്നെ കാറ് പോയി തലോടി കരയുന്നു. അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ ജീവന് വേണ്ടിയല്ലേ നീ ഈ കാറ് വിറ്റത്, എനിക്കത് നിനക്ക് തിരികെ മേടിച്ച് തരാൻ സാധിക്കില്ലേ, പറ്റൂലേ, നിനക്കത് സ്വീകരിക്കാൻ പറ്റൂലേ എന്നൊക്കെ നമ്മുടെ അച്ഛൻ ചോദിച്ചും നമ്മുടെ സച്ചി അപ്പോൾ നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നതും അവസാനം നമ്മുടെ അച്ഛൻ നമ്മുടെ സച്ചിയും രേവതിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെ ആയിരിക്കുമല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.